ഇപ്പോൾ എ വിജയരാഘവൻ CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചികിത്സയിലുള്ള ഷാനു വിജയിയെ സന്ദർശിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതാണ്. മാധ്യമപ്രവർത്തകരോട് എന്താണ് സംഭവം ഉണ്ടായത് എന്ന് വിശദീകരിക്കുമെന്ന് കരുതുന്നു. ഏകദേശം രാത്രി 8:30 ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് സംബന്ധിച്ചിപ്പോൾ ആശുപത്രിയിലെത്തി അവരെ കണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ നില, ഒരു കുട്ടി മരണപ്പെട്ടു, മറ്റ് 2 കുട്ടികളുടെ നില തരണപ്പെട്ടു, അപകട നില തരണപ്പെട്ടു. ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ള പ്രതികരണം ഇതിലിപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുട്ടിയെ ആണ് ഇപ്പോൾ നമ്മൾ ചികിത്സയിലുള്ളത്. ഒരു കുട്ടി നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ജീവൻ വെടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2 കുട്ടികൾ അപകടനില തരണം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് ഇതിൽ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ അറിവിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഒരു അപകട സംഭവമാണ്. ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളുടെയോ പിന്നെ പരിമിതികളുടെയോ അശ്രദ്ധയുടെയോ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. കുട്ടികൾ തന്നെ അവിടെ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിഷയമില്ല, രാഷ്ട്രീയമായൊരു സംഭവമല്ല, ഇത് രാഷ്ട്രീയ സംഘർഷമില്ല. അപ്പോൾ ഒരു അപകട സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ അപകട സംഭവത്തിൽ വെള്ളത്തിൽ വെച്ച് ഷോക്കടിച്ചിരിക്കുകയാണ് സാധ്യത കണ്ടതെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ പരിശോധന നടത്തണം, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതിൻ്റെ വസ്തുത നമ്മൾ കണ്ടുപിടിക്കണം. വസ്തുത കണ്ടുപിടിച്ചിട്ട് ഇതിന് ഇടയാക്കിയ ഉത്തരവാദിത്വം നമ്മൾ ഉണ്ടാക്കണം. ആരാണ് ഇതിന് ഉത്തരവാദി, അപകടത്തിന് ഉത്തരവാദി ആരാണ് എന്ന് കണ്ടെത്തണം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പെട്ടെന്ന് തന്നെ പോലീസും മറ്റ് അധികാര സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നമുക്ക് വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിച്ച് ആർക്കെങ്കിലും വ്യക്തിപരമായ ഉത്തരവാദിത്വം അതിലുണ്ടെങ്കിൽ ആ വ്യക്തിപരമായ ഉത്തരവാദിത്വമുള്ളവർക്കെതിരായ നിയമപരമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികൃതരുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ സംസാരിച്ചു. അത് തന്നെയാണ്, എന്താണിത് സംഭവിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം, ഇതിന് ഉത്തരവാദിയായവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ഈ അപകടം അറിഞ്ഞ ഉടനെ ഞാൻ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു.